Next topic is regarding the selection of the number of slots. How much should be the number of armature slots in the case of a synchronous machine? Selection of the number of armature slots is based on the following factors. First point is we must have a balanced winding. That is, all the three phases must be identical. So for each of the phases, the number of slots allocated must be the same. നമുക്കൊരു ബാലൻസ്ഡ് വൈൻഡിങ് വേണ്ടത്. 3 ഫേസിലും തുല്യ വോൾട്ടേജും തുല്യ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റുമുള്ള തുല്യ വോൾട്ടേജ് ആയിരിക്കണം. ഈ ഓരോ വോൾട്ടേജും തമ്മിൽ 120 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസും ആയിരിക്കണം. അതല്ല ഏതെങ്കിലും ഒന്നിന് ഒരു സ്ലോട്ടിൽ വൈൻഡിങ് കൂടുതലായി കഴിഞ്ഞാൽ അൺബാലൻസ്ഡാണ്, ബോത്ത് ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ്. The number of armature slots must be such that we have to get a balanced winding. Unbalanced windings may lead to overheating of rotor surface due to space harmonics, excessive triple frequency currents flowing in neutral, ill effects on loads such as delta connected induction motors, and due to circulating currents in other generators running in parallel. അപ്പം വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് അൺബാലൻസ്ഡ് വൈൻഡിങ് നമുക്ക് ഒട്ടും അനുവദനീയമല്ല. അൺബാലൻസ്ഡ് വൈൻഡിങ് ആണെങ്കിൽ അൺബാലൻസ്ഡ് വോൾട്ടേജ് കിട്ടും. അൺബാലൻസ്ഡ് വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അതുമൂലം അൺബാലൻസ്ഡ് കറണ്ട് പോകും, ന്യൂട്രൽ കൂടെ കറണ്ട് വരും. പിന്നെ ഹാർമോണിക് കറണ്ട്സിൻ്റെ ഫ്ലോ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അൺബാലൻസ്ഡ് വൈൻഡിങ് നമുക്ക് ചിന്തനീയമേ അല്ല. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കോസ്റ്റാണ്. എ സ്മോൾ നമ്പർ ഓഫ് സ്ലോട്ട്സ് ലീഡ്സ് ടു സ്ലൈറ്റ് സേവിങ് ബിക്കോസ് ദർ ആർ ഫീവർ കോയിൽസ് ടു വൈൻഡ്, ഇൻസുലേറ്റ് ആൻഡ് പ്ലേസ് ഇൻ ടു സ്ലോട്ട്സ് ആൻഡ് കണക്ട്. അപ്പോൾ കുറച്ച് നമ്പർ ഓഫ് സ്ലോട്ട്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമ്പർ ഓഫ് കോയിൽസ് മതി. അപ്പോൾ അതുമൂലം നമുക്ക് അത് ഇൻസുലേറ്റ് ചെയ്യാനുമൊക്കെ കുറച്ച് അല്പം പൈസ ലാഭിക്കാം. പക്ഷേ അത് ഡീപ്പർ സ്ലോട്ട്സ് വേണം. കുറച്ച് സ്ലോട്ട്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു സ്ലോട്ടിൽ വെക്കുന്ന വൈൻഡിങ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഷുഡ് ബി മോർ. കാരണം വൈൻഡിങ്ങിൻ്റെ വോൾട്ടേജ് ഒരു സ്പെസിഫൈഡ് വോൾട്ടേജിന് ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാകും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് അത്രയും നമ്പർ ഓഫ് ടേൺസ് നമുക്ക് കുറച്ച് സ്ലോട്ട്സേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ സ്ലോട്ടുകളിൽ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഒരു സ്ലോട്ടിൽ വരുന്ന കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഡീപ്പർ സ്ലോട്ടായിരിക്കും. ഡീപ്പർ സ്ലോട്ട് മൂലം വേറെ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ കോസ്റ്റിനകത്തൊരു അല്പം വ്യത്യാസം വരും. അത്രയും കൂടുതൽ സ്ലോട്ട് നമുക്ക് ഇൻസുലേറ്റ് ചെയ്യേണ്ട, കുറച്ച് സ്ലോട്ട്സ് ഇൻസുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. ഹോട്ട്സ്പോട്ട് ടെമ്പറേച്ചർ. A smaller number of slots results in bunching of conductors, less distribution. കുറച്ച് സ്ലോട്ടുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഓരോ സ്ലോട്ടിലും കൂടുതൽ കണ്ടക്ടേഴ്സ് വരും. ധാരാളം കണ്ടക്ടേഴ്സ് വരും. അതാണ് ബഞ്ചിങ് ഓഫ് കണ്ടക്ടേഴ്സ്. ലെസ് ഡിസ്ട്രിബ്യൂഷൻ കാണത്തില്ല. അപ്പം ഒരുപാട് കണ്ടക്ടർ വരുമ്പോഴത്തേക്ക് ലീവിങ് സ്മോൾ സ്പേസ് ഫോർ ദ സർക്കുലേഷൻ ഓഫ് എയർ. ദിസ് ഗീവ് റൈസ് ടു ഹൈ ഇൻറ്റേർണൽ ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ ആഴത്തിലുള്ള സ്ലോട്ടുകൾ വേണം. ആഴത്തിലുള്ള സ്ലോട്ടുകൾ ഉള്ളപ്പോഴത്തേക്ക് ഇടയ്ക്കുള്ള അങ്ങ് ഉള്ളിലുള്ള സ്ലോട്ടുകൾ, ഏറ്റവും താഴെയുള്ള സ്ലോട്ടുകൾ, ഏറ്റവും താഴെയുള്ള കണ്ടക്ടേഴ്സ്, സ്ലോട്ടിൻ്റെ ഏറ്റവും താഴെയുള്ള കണ്ടക്ടേഴ്സ് അത് കൂടുതൽ ചൂട് പിടിക്കും. അതിനകത്ത് നിന്ന് ഹീറ്റ് ഡിസിപ്പേഷനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അത് കൂടുതൽ ചൂട് പിടിക്കും. അപ്പോൾ ഹോട്ട്സ്പോട്ട് ടെമ്പറേച്ചർ വരും. അവിടെ ടെമ്പറേച്ചർ സേഫ് ലിമിറ്റിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇൻസുലേഷൻ ഫെയിലിയറൊക്കെ ആ ഹോട്ട്സ്പോട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം കുറച്ച് സ്ലോട്ടുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൂടുതൽ കണ്ടക്ടേഴ്സ് വരും. ഓരോ സ്ലോട്ടിലും കൂടുതൽ കണ്ടക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് അത്രയും കണ്ടക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വി ഹാവ് ടു പ്രൊവൈഡ് ഡീപ്പർ സ്ലോട്ട്സ്. ആഴമുള്ള സ്ലോട്ടുകൾ കൊടുക്കണം. ആഴമുള്ള സ്ലോട്ടുകൾ കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും താഴെയുള്ള കണ്ടക്ടർ ഏറ്റവും കൂടുതൽ ചൂട് പിടിക്കും. അവിടെ ഒട്ടും
ഹീറ്റ് ഡിസിപ്പേഷനുള്ള സാധ്യതയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് പിടിക്കും, ഹോട്ട്സ്പോട്ട് ഡെവലപ്പ് ചെയ്യും, അവിടുത്തെ ഇൻസുലേഷൻ ഫെയിലിയർ ആകും. അപ്പം അതൊരു ക്രിട്ടിക്കൽ സംഗതിയാണ്. ലീക്കേജ് റിയാക്ടൻസ്. വെൻ ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇസ് സ്മോൾ, leakage flux and therefore leakage reactance is increased owing to conductors lying near each other. അപ്പോൾ കൂടുതൽ കണ്ടക്ടേഴ്സ് ഇങ്ങനെ ബഞ്ച് ചെയ്ത് വരുന്നതുകൊണ്ട് ലീക്കേജ് റിയാക്ടൻസ് കൂടുതൽ വരും. അതൊരു ഡിസഡ്വാൻറ്റേജാണ്. ടൂത്ത് റിപ്പിൾസ് ഇൻ ദ ഫീൽഡ് ഫ്ലക്സ് and the consequent pulsation losses in pole phase decreases if a large number of slots are used. Also, the waveform generated EMF is almost free from ripples. കൂടുതൽ സ്ലോട്ട്സ് ഉണ്ടായെന്നുണ്ടെന്നുണ്ടെങ്കിലത്തേക്ക് എന്താണ്, ടൂത്ത് റിപ്പിളിൻ്റെ ഇഫക്റ്റ് കുറവായിരിക്കും. ടൂത്ത് റിപ്പിളിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ലോട്ട് മൂലമുള്ള അപ്പം സ്ലോട്ട്സ് ഇതുമൂലം ഫ്ലക്സിന് പൾസേഷൻ വരും. ഇത് ആർമേച്ചർ സ്ലോട്ട്സാണ് കൂടുതൽ സ്ലോട്ടൊക്കെ ഇവിടുത്തെ ഈ ഇതിപ്പോൾ ടൂത്ത് സ്ലോട്ട്സ്. ഇപ്പോൾ നമ്മൾ ഫ്ലക്സ് ഇവിടെ റിലക്റ്റൻസ് ഈ ടൂത്ത് പോർഷനിൽ റിലക്റ്റൻസ് കുറവാണ്. റിലക്റ്റൻസ് കുറവായതുകൊണ്ട് കൂടുതൽ ഫ്ലക്സ് ആണ്. ഇവിടെ ഫ്ലക്സ് കുറവായിരിക്കും. ഇവിടെ പിന്നെ എയർ കൂടുതലായിട്ടുണ്ട്, എയർ ഗ്യാപ്പല്ലേ കൂടുതൽ, സ്ലോട്ട് പോർഷനാണ്. ഇവിടെ വീണ്ടും ടൂത്ത്. അപ്പോൾ ഈ ഫ്ലക്സ് പൾസേഷൻ, അപ്പോൾ ഫ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്ലക്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സിനുസോയിഡൽ ഫ്ലക്സ് സംതിങ് ലൈക്ക് ദിസ്. ഇതിനകത്ത് ഈ സ്ലോട്ട്സിൻ്റെ എഫക്റ്റ് കാരണം ഇവിടെ ഫ്ലക്സ് കുറയും, ഇവിടെ ഫ്ലക്സ് കൂടുതലായിരിക്കും, ഇവിടെ ഫ്ലക്സ് കുറയും, ഇവിടെ ഫ്ലക്സ് കൂടുതലായിരിക്കും, ഫ്ലക്സ് കുറയും. അപ്പോൾ ഈ ഒരു ഇഫക്റ്റ്, ഈ ഫ്ലക്സ് വേവ് ഫോമുള്ള ഇഫക്റ്റ്, ഇതാണ് ടൂത്ത് റിപ്പിൾസ് മൂലം ഫ്ലക്സിനകത്തുള്ള ഇഫക്റ്റ്. ടൂത്ത് റിപ്പിൾസ് ഫ്ലക്സ് കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഈ ടൂത്ത് പോർഷനിൽ ഫ്ലക്സ് കൂടും, സ്ലോട്ട് പോർഷനിൽ ഫ്ലക്സ് കുറയും. അപ്പം ദ ഫ്ലക്സ് വേരിയേഷൻ ബിക്കോസ് ഓഫ് ദി സ്ലോട്ടിങ്, അതിനാണ് ടൂത്ത് റിപ്പിൾസ് എന്ന് പറയുന്നത്, ടൂത്ത് റിപ്പിൾസ്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൂടുതലായിരിക്കും സ്ലോട്ടിൻ്റെ എണ്ണം കുറവാണെങ്കിൽ. അല്ലെങ്കിൽ ഫ്ലക്സ് പൾസേഷൻ കുറവായിരിക്കും സ്ലോട്ടിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ. നേരെ മറിച്ച് സ്ലോട്ടിൻ്റെ എണ്ണം കുറവാണെങ്കിൽ ആഴമുള്ള സ്ലോട്ടുകളായിരിക്കും, കുറച്ച് സ്ലോട്ട്സേ ഉള്ളൂ, ആഴമുള്ള സ്ലോട്ടുകൾ. അപ്പോൾ അതിനകത്ത് വരുന്ന ഫ്ലക്സിൻ്റെ ആ പൾസേഷൻ കൂടുതലായിരിക്കും. ആ പൾസേഷൻ, ദ വേരിയേഷൻ ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്ലക്സ് വിൽ ബി മോർ. അപ്പോൾ അത് കൂടുതൽ സ്ലോട്ട് കൊടുക്കുമ്പോൾ അത് ചെറിയ എഫക്റ്റേ കാണുള്ളൂ. ഫ്ലക്സ് നമുക്ക് പിന്നെ മോറലെസ് യൂണിഫോമായിട്ട് വലിയ വേരിയേഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. കൂടുതൽ സ്ലോട്ട് വരുമ്പോഴത്തേക്ക് ആഴമില്ലാത്ത സാധാരണഗതിയിലുള്ള സ്ലോട്ട് മതിയാകും. അങ്ങനെ ആകുമ്പോൾ ഈ ഫ്ലക്സ് വേവ് ഫോമിൽ വരുന്ന ആ ഒരു വേരിയേഷൻ കുറയ്ക്കാൻ പറ്റും. ഫ്ലക്സ് ഡെൻസിറ്റി 9. നെക്സ്റ്റ് ഫാക്ടർ 5. ലാർജ് നമ്പർ ഓഫ് സ്ലോട്ട്സ് റിസൾട്ട്സ് ഇൻ narrower teeth and correspondingly large flux density in teeth, which may be beyond acceptable limits. Also, the teeth might become mechanically weak. ധാരാളം സ്ലോട്ട്സ് വരുമ്പോഴത്തേക്ക്, വളരെ കൂടുതൽ സ്ലോട്ട്സ് വരുമ്പോഴത്തേക്ക് ടീത്തിൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും. നാരോവർ ടീത്തിൻ്റെ വിഡ്ത്ത് കുറയുമ്പോൾ എന്താ സ്വാഭാവികമായിട്ടും കറസ്പോണ്ടിംഗ്ലി ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ ടീത്ത് പോർഷൻ, ഈ ടീത്ത് പോർഷനിലെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടും. അപ്പം ആ കൂടി അത് അക്സെപ്റ്റബിൾ ലിമിറ്റ്സിനും കൂടുതലാകാൻ സാധ്യതയുണ്ട്. അപ്പം
ഇങ്ങനെയാണല്ലോ. നമുക്ക് പിന്നെ സ്ലോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ടീത്ത് പോർഷനിൽ ഫ്ലക്സ് കൂടുതലും ഈ സ്ലോട്ട് പോർഷനിൽ ഫ്ലക്സ് കുറവായിരിക്കും. അപ്പം ഈ ഒരുപാട് സ്ലോട്ട്സ് ഉണ്ടെന്നുണ്ട്, ധാരാളം സ്ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടീത്തിൻ്റെ വിഡ്ത്ത് കുറയും. ടീത്തിൻ്റെ വിഡ്ത്ത് കുറയുമ്പോൾ എന്താ, ഈ ഫ്ലക്സ് ആണെങ്കിൽ കുറഞ്ഞ വിഡ്ത്തിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടും. ഫ്ലക്സ് ഡെൻസിറ്റി കൂടുമ്പോഴത്തേക്ക് പ്രശ്നം എന്താ, നമുക്ക് അയണിൻ്റെ ഏത് ഭാഗത്തെയും ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സാച്ചുറേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി താഴെയായിരിക്കണം. ഇതാണല്ലോ നമ്മുടെ BH കർവ്, B വേഴ്സസ് H, വെബർ പെർ മീറ്റർ സ്ക്വയർ ആംബിയർ ടേൺസ് പെർ മീറ്റർ. H എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്ന ആംബിയർ ടേൺസ് പെർ മീറ്റർ, ഇത് വെബർ പെർ മീറ്റർ സ്ക്വയർ അറിയാവുന്നവരാണ് BH കർവ്. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് അപ്പുറം ചെല്ലുമ്പോഴത്തും ഇത് കർവ് ബെൻഡാകും ഡ്യൂ ടു സാച്ചുറേഷൻ മൂലം. ഇതാണല്ലോ സാച്ചുറേഷൻ മൂലം. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഓരോ ലെവലായിരിക്കും സാച്ചുറേഷൻ. അപ്പോൾ നമുക്ക് സ്റ്റീലിനൊക്കെ ഉപയോഗിക്കാവുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സാധാരണയായിട്ട് 1.8 വെബർ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ 1 സാച്ചുറേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി അത് അല്പസ്വല്പം വേരി ചെയ്തിരിക്കും. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സാച്ചുറേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ ഏറിയ കുറച്ച് മതി. ഓൺലി ദ മെറ്റീരിയൽ ദാറ്റ് വി നീഡ് ടു യൂസ് അത് കുറച്ച് മതി. അപ്പം സാധാരണയൊക്കെ അതിന് 1.8 ഒന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ഈ തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ, ടൂത്ത് പോർഷനിലെ തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി സാച്ചുറേഷൻ ഫ്ലക്സ് ഡെൻസിറ്റിയുടെയൊക്കെ മുകളിൽ പോകുമ്പോൾ എന്താണ് പ്രശ്നം, മുകളിൽ പോകുമ്പോഴത്തേക്ക് ഇവിടെ സാച്ചുറേഷൻ ഈ പോർഷനിലെ സാച്ചുറേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം, ഹാർമോണിക്സ് ഉണ്ടാകും. പിന്നെ കൂടുതൽ മാഗ്നറ്റൈസിങ് കറണ്ട് എടുക്കും, കൂടുതൽ കറണ്ട് എടുക്കും മെഷീൻ കൂടുതൽ. അതായത് ഒരു കൂടുതൽ കറണ്ട് ഉണ്ടെങ്കിൽ ഒരു നിശ്ചിത ഫ്ലക്സ് ഡെൻസിറ്റി അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ ലോസസ് കൂടുതലായിരിക്കും മെഷീന്. ആ ഭാഗത്ത് ടൂത്ത് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാച്ചുറേഷൻ നമുക്ക് അനുവദനീയമല്ല. അപ്പോൾ പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ ടൂത്തിൻ്റെ വിഡ്ത്ത് പ്ലൂറൽ ടീത്തിൻ്റെ വിഡ്ത്ത് കുറയുമ്പോഴത്തേക്ക് ആ ടീത്ത് പോർഷൻ മെക്കാനിക്കലി വീക്കായിരിക്കും. ഓൾസോ ദ ടീത്ത് മൈറ്റ് ബിക്കം മെക്കാനിക്കലി വീക്ക്. ദ വാല്യൂ ഓഫ് സ്ലോട്ട് പിച്ച് സെർവ്സ് ആസ് എ ഗൈഡ് ലൈൻ ഇൻ ചൂസിങ് ദി നമ്പർ ഓഫ് ആർമേച്ചർ സ്ലോട്ട്സ്. അപ്പോൾ എത്ര സ്ലോട്ട് വേണം എന്നുള്ളതാണല്ലോ ഇവിടുത്തെ നമ്മുടെ ഡിസ്കഷൻ പോയിൻ്റ്. എത്ര സ്ലോട്ട്സ് വേണം, സിങ്ക്രണസ് മെഷീൻ എത്ര സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്യണം, അതിൻ്റെ ഒരു ഗൈഡിങ് ഫാക്ടറാണ് ഈ സ്ലോട്ട് പിച്ച് എന്നുള്ളത്. അതിന് ഫ്രം എക്സ്പീരിയൻസ് വി ഹാവ് സം ഗൈഡ് ലൈൻ. ദ അലോബിൾ സ്ലോട്ട് പിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി വോൾട്ടേജ് ദ മെഷീൻ്റെ വോൾട്ടേജിനനുസരിച്ചാണ് അതിരിക്കുന്നത്. എങ്ങനെയാണ്, ഫോളോയിങ് ആർ ദ യൂഷ്വൽ വാല്യൂസ് ഓഫ് സ്ലോട്ട് പിച്ച്. അപ്പം സ്ലോട്ട് പിച്ച് YS സ്റ്റാൻഡ്സ് ഫോർ ദ സ്ലോട്ട് പിച്ച് less than or equal to 25 mm. YS less than or equal to 25 mm slot pitch for low voltage machines and up to 3 kV. 3 kV വരെയുള്ള മെഷീൻസിനാണെങ്കിൽ നമുക്ക് 25 mm സ്ലോട്ട് പിച്ച് ഉപയോഗിച്ചാൽ മതിയാകും. 3 kVക്ക് അപ്പുറം 3 kV മുതൽ 6 kV വരെയുള്ളതാണെങ്കിൽ നമുക്ക് 40 mm വരെ ഉപയോഗിക്കാം. 40 mm YS must be less than or equal to 40 mm 6 kV. ഇനി അതല്ല, അതിലും കൂടിയ റേറ്റിംഗുള്ള വോൾട്ടേജ് റേറ്റിംഗുള്ള മെഷീനാണെങ്കിൽ വി ക്യാൻ ഗോ അപ്പ് ടു 60 mm സ്ലോട്ട് പിച്ച്. സോ അപ് ടു 15 kV വി ക്യാൻ യൂസ് സ്ലോട്ട് പിച്ച് 60 mm. അപ്പോൾ ഇതാണ് 3 ഒരു എന്താ പറയുക സ്ലാബ്. ഫോർ അപ് ടു 3 kV മെഷീൻസ് വി ക്യാൻ ഗോ അപ്പ് ടു എ സ്ലോട്ട് പിച്ച് ഓഫ് 25 mm. അപ്പോൾ 25 mm കുറയാൻ പാടില്ല. 6 kV ആണെന്നുണ്ടെങ്കിൽ സ്ലോട്ട് പിച്ച് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 mm. അപ്പോൾ നമ്മൾ 40 mm എന്നും പറഞ്ഞെടുക്കും. 15 kV ആണെന്നുണ്ടെങ്കിൽ 6 kVക്ക് മുകളിൽ 15 kV വരെ നമുക്ക് 60 mm, 40 mm to 60 mm 15 kV മെഷീൻ. അപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻ ഓർമ്മയിരിക്കണം സ്ലോട്ട് പിച്ച്. The stated slot pitch in some large machines
hydroelectric generators varies between 50 mm and 90 mm. 50 mm and 90 mm. വേറൊരു ഗൈഡിങ് ഫാക്ടറുണ്ട്. ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ഇൻ സാലിയൻറ്റ് പോൾ മെഷീൻസ് യൂഷ്വലി വേരീസ് ബിറ്റ്വീൻ 2 to 4. അപ്പം സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് സ്പ്രെഡ് ഓരോ പോളിൻ്റെ അണ്ടറിൽ ഓരോ ഫേസിനും ഞാൻ പറഞ്ഞു മെഷീന് ദർ ബി ലാർജ് നമ്പർ ഓഫ് പോൾസ് ഇൻ ദ കേസ് ഓഫ് സാലിയൻറ്റ് പോൾ മെഷീൻസ്. 10, 20, 40 ഒക്കെ ആകാം, 30, 40 ഒക്കെ ആകാം. അപ്പോൾ 100, 120 വരെയും പോകും നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ ഓരോ പോളിൻ്റെ അണ്ടറിൽ ഓരോ പോളിലും നമ്മളത് 3 ഫേസിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് നമ്മുടെ എന്ന് പറയുന്നത് അത് ഇൻ സാലിയൻറ്റ് പോൾ മെഷീൻ ഈ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് യൂഷ്വലി വേരീസ് ബിറ്റ്വീൻ 2 to 4. ഇൻഡക്ഷൻ മോട്ടർ നമ്പർ ഓഫ് സ്ലോട്ട്സ് കണ്ടുപിടിച്ചപ്പോഴും നമ്മൾ ഉള്ളൊരു ഗൈഡിങ് ഫാക്ടറാണത്. അപ്പോൾ അതുകൂടെ ഓർമ്മ വേണം. അപ്പോൾ ഒന്ന് സ്ലോട്ട് പിച്ച് ആ വോൾട്ടേജ് ലെവൽ അനുസരിച്ച് ഇങ്ങനെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ദ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ഈസ് യൂഷ്വലി ബിറ്റ്വീൻ 2 to 4. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ലോട്ടുകളുടെ എണ്ണം, ആർമച്ച സ്ലോട്ടുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാകും.